ഏതായിരുന്നു ഭീഷ്മ പർവം ബിഗ് ബിയുടെ പാർട്ട് 2 ആയിട്ട് അത് ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ബിയുടെ പാർട്ട് 2 ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെതായ ഒരു ട്രജക്ടറിയിലേക്ക് പോയി എന്നാണ് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്. വന്നാൽ ചെയ്യും, അത്രയേ ഉള്ളൂ. കോമഡി സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്, പക്ഷെ എന്നാലും മനസ്സിന് പിടിച്ച രീതിയിലുള്ള ഒരു പുതിയൊരു സോർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റും കൂടി ആയിരിക്കണമല്ലോ. ഇറ്റ് ഹാസ് ടു വർക്ക്. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ റൈറ്റ് ടീമായിരിക്കണം. ആ ടീമിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് വൈ ദോസ് ഫിലിംസ് വർക്ക്ഡ്. ബിക്കോസ് അവരും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്. ഇറ്റ് വാസ് എ ന്യൂ ഫിലിം ഫോർ മലയാളം അറ്റ് ദ ടൈം. ദാറ്റ്സ് വൈ ഇറ്റ് വർക്ക്ഡ്. മലയാളീസ് ഓൾവേസ് നീഡ് സംതിങ് ന്യൂ. Hi. One second. Oh wow, hi Mamta. Oh my god, I hardly get to call someone Mamta. First of all, ഒരുപാട് സന്തോഷമുണ്ട് മഹാരാജ പോലെ മൂവിയിലെ ഭാഗമായി കണ്ടതിൽ. Thank you. ഈ ഒരു കാര്യം കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഇപ്പം മലയാളിയായിട്ട് നമ്മുടെ കേരള ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന പേടിയായിരുന്നു, എങ്ങനെയായിരുന്നു? As in മനസ്സിലായില്ല. Was I curious about whether our people will like it or not? Absolutely. എനിക്കൊരു സംശയമില്ലായിരുന്നു. കാരണം എല്ലാ രീതിയിലും ഇറ്റ്സ് എ ഫിലിം വിത്ത് എ സോൾ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ടിപ്പിക്കൽ ഫിലിം ദാറ്റ് യു വുഡ് ഐ ഡോണ്ട് മീൻ ടു സേ ദാറ്റ് തമിഴ് ഫിലിംസ് ഓൾവേസ് മേക്ക് ഓൺലി മാസ് മസാല ഫിലിംസ് ആൻഡ് വി ഹവ് ഓൾവേസ് അക്സെപ്റ്റഡ് ഇറ്റ്. വി ലൈക്ക് തമിഴ് ഫിലിംസ് വിത്ത് ഇറ്റ്സ് ഫ്ലേവർ, അല്ലേ, വിത്ത് ഇറ്റ്സ് ജെന്യൂനിറ്റി. വി ഹവ് ഓൾവേസ് വെൽക്കം സച്ച് ഫിലിംസ്. But every once in a while you'll have a film like a Subramaniapuram or something that has more soul in it. This was a mix of the two, which I felt would perfectly work. And obviously at the time we are trying to make a good film. നല്ലൊരു സിനിമ ഉണ്ടാക്കുകയാണെന്നാണ് മെയിൻ ഒരു മോട്ടീവ്, അല്ലേ? There is no ഉദ്ദേശം. We are not thinking whether this is something that Malayali audience will accept or Telugu audience will accept. അങ്ങനെയല്ലല്ലോ. ഒരു യൂണിവേഴ്സൽ സ്റ്റോറി പറയാം, അത് സത്യസന്ധമായിട്ട് പറയാം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ആൻഡ് സച്ച് മൂവീസ് ഹാവ് ഓൾവേസ് ബീൻ വെൽക്കംഡ് ബൈ മലയാളീസ് എസ്പെഷ്യലി. വി ആർ ഹൈലി ക്രിട്ടിക്കൽ അബൌട്ട് ദ ഫിലിംസ് ദാറ്റ് വി വാച്ച്. We are highly critical about how we accept our actors, how much we fall in love with our artists, and how many artists out of that we take home into our hearts. I believe that എൻ്റെ ഹാർട്ടിൽ അതുപോലെ one such artist തന്നെയാണ് Mr. Vijay Sethupathi. So therefore, I am a huge fan of his, and when his film came, there was no way that I was going to let that pass. I just wanted to be a part of it. And I also was told that the script is amazing. So I had Sudhan's word in that. So that's how I became a part of this. Yeah, thank you. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതിൻ്റെ ക്ലൈമാക്സിലെ ഡയലോഗ്സിൻ്റെ റൈറ്റിംഗ് ആണ്. അത് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആസ് എ വുമൺ വാട്ട് ഐഡ് ലൈക്ക് ടു സേ ഇസ്, അതിൻ്റെ എൻ്റെ എത്ര പേര് ഇവിടെ പടം കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ ലാസ്റ്റിൽ പറയുന്ന ഒരു വേഴ്സ് ബേസിക്കലി നമ്മുടെ ലൈഫിൽ എത്രയോ ഇതുപോലെ ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട് വെയർ ദർ ഇസ് എ പ്രേ ആൻഡ് ദർ ഇസ് എ പ്രെഡിറ്റർ. പക്ഷെ ഹൗ ഓഫൻ ഡസ് ദി പ്രേ ആക്ച്വലി ഗെറ്റ് ടു സീ ദ ഫേസ് ഓഫ് ദ പ്രെഡിറ്റർ ആൻഡ് 4 വാക്ക് അങ്ങോട്ടേക്ക് പറയാനുള്ളൊരു അവസരം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, റൈറ്റ്? സോ ഓൾസോ ദ വേ ഇൻ വിച്ച് ഷീ സെസ് ഇറ്റ്, റൈറ്റ്? നിങ്ങൾ എനിക്ക് ദാനം ചെയ്തല്ല ലൈഫ്, ഞാനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിച്ചിപ്പൊടുവേன் அந்த மாதிரி பேசுகிறேன்ல. அது ரொம்ப பவர்ஃபுல்லாக தோணிச்சு. So there are just too many reasons for me to have fallen in love with the script in itself, അല്ലേ? പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാണ് എഴുതി വരാൻ പോകുന്നതെന്ന് സത്യം പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ആർക്കും അറിയില്ലായിരുന്നു. ഇതാണ് സത്യം. ഇറ്റ് വാസ് നോട്ട് റിട്ടൺ, ഇറ്റ് വാസ് റിട്ടൺ ഓൺ ദ സ്പോട്ട്. സോ അങ്ങനെ ഒരു അതൊന്ന് ആ ഒരു കൾമിനേഷനിലേക്ക് ഈ പടം വരാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയൊരു ടൂൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണല്ലോ, നിതിലൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്. ആൻഡ് ഹീസ് എ ബ്രില്യൻറ്റ് റൈറ്റർ. The way he imagines things also, right, to come to that conclusion. So I felt that was one of the most powerful moments for me in the film. And even AK ചെയ്തിരിക്കുന്ന റോൾ, അനുരാഗ് കശ്യപ് sir ചെയ്തിരിക്കുന്ന റോൾ, in the end you don't even know whether to actually hate him, right? You kind of fall in love with that character as well. So it's not very often that you come across a story that is so powerful. So for more reasons than one, I'm just too honored to be a part of this film. അതാണോ നിങ്ങളുടെ ചോദ്യം എന്ന് എനിക്കറിയില്ല. പക്ഷേ from a woman's perspective, from a girl's perspective, I have to, there are women here but nobody asks a woman any relevant questions, which is really really sad. But thanks for the question regardless. But I feel this is a very very, നമ്മൾ പടത്തിൻ്റെ പല കാര്യങ്ങളും ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കുട്ടി പറയുന്ന 4 ലൈൻസ് സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രൊമോഷനിലും ഒരു സക്സസ് മീറ്റിലും ഞങ്ങൾ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആ കുട്ടി
അയാളുടെ നേർക്ക് നോക്കിയിട്ട് പറയുന്ന ആ 4-5 വാർത്തകൾ ഭയങ്കര പവർഫുൾ ആണ്. ആൻഡ് no girl child, I think, has gotten that opportunity to actually look at their predator and say these words. I wish every woman had that opportunity. Yeah.